മണി 3 ആയല്ലോ. കൊച്ചു കള്ളി വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ചിലപ്പോ എന്നെ സന്താന വർദ്ധന കഴിച്ച് എന്തെങ്കിലും സെറ്റപ്പ് ആയി കാണും. വരട്ടെ വരട്ടെ, അതിനു മുമ്പ് ഗ്ലാമർ ഒന്ന് കൂട്ടിക്കളയാം. കണ്ടി, നീ എന്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുക. ഇന്ന് നിനക്കൊരു സമ്മാനമുണ്ട്. എനിക്കിനി ഇങ്ങനെ കാത്തിരിക്കാൻ വയ്യ. എല്ലാം തുറന്നു പറയാൻ പോവുക. ഐ ലവ് യു കരളേ, പൊന്നെ, ഐ ലവ് യു. ഞാൻ ആരാണെന്ന് വിചാരിച്ചാ? കുറച്ച് നേരമായി തന്റെ വേഷങ്ങളിൽ ഞാൻ കാണുന്നു. അവന്റെ ഒരു ഉമ്മ പോലും സന്താനവർദ്ധിനി ഇറങ്ങിക്കോളും. അഴിച്ചതാ പ്രശ്നം. സമയം കൊള്ളാൻ രക്ഷപ്പെട്ടു. ഇന്നെങ്കിലും എടുക്കണം. അല്പം കൂടെ വൈകിയിരുന്നെങ്കിൽ സുമുഖി എന്നെ വാരി എടുത്തേനെ. ഞാൻ എടുക്കുന്ന കാര്യമല്ല പറഞ്ഞത്, പ്രേമേട്ട് എടുക്കുന്ന കാര്യ പറഞ്ഞേ. എടുക്കണമെന്ന് ആഗ്രഹമുണ്ട് സുമുഖി, പക്ഷെ എന്റെ ആരോഗ്യം അനുവദിക്കുന്നില്ല. ചേട്ടന്റെ ആരോഗ്യത്തിന് ഒന്ന് എടുത്തിരിക്കുന്നത് നല്ലതാ. ഈ വഴി വെച്ച് എടുക്കണമെന്നൊക്കെ പറഞ്ഞ അല്ലാതെ നിവർത്തിയില്ല ഏട്ടാ. എപ്പോഴാ എവിടെ വെച്ച് ആർക്കാ ചേരാൻ കഴിയുന്നെന്ന് പറയാൻ പറ്റുമോ? എടുക്കട്ടെ. സുമുഖിക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഒരു പുരുഷനായി ഞാൻ എന്തിനു നാണിക്കണം? എടുത്തോളൂ. അതെ, ഇൻഷുറൻസിന്റെ ഫോമാ. ചേട്ടൻ ഇതിലൊന്ന് ഒപ്പിട്ടാ മാത്രം മതി. ചേട്ടൻ അടയ്ക്കുന്ന പണത്തിന് ഡബിൾ ആയി കിട്ടും. അപ്പൊ എടുക്കോന്ന് ചോദിച്ച് എന്റെ പിറകെ നടന്നത് ഈ പോലീസ് എടുക്കാനായിരുന്നു. ചേട്ടൻ എന്ത് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു നോബഡി നത്തിങ് ബഡി എവരിബഡി ആണെന്ന്. ഞാനും വരുന്നു. വിശേഷങ്ങൾ? ഞാൻ ഈ ചേട്ടനെ കൊണ്ടൊന്ന് എടുപ്പിക്കാൻ നിൽക്കായിരുന്നു, പക്ഷെ എടുക്കുന്ന മട്ടില്ല. യവനെ കൊണ്ടുവരണം എടുപ്പിക്കുന്നത് നല്ലതാ. താമസിയാതെ കാറ്റു പോകുന്ന പാർട്ടിയാ. യവന്റെ ബന്ധുക്കൾക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ. വിന്ധ്യ, നീ ആ അമേരിക്കക്കാരെ കെട്ടാൻ പോകുന്നു കേട്ടു. അവളെ കൊണ്ടൊരു പോളിസി എടുപ്പിക്കണം. എന്റെ മദാമ്മയെ കൊണ്ട് ഞാൻ ഒരു 5 ലക്ഷത്തിന്റെ പോളിസി എടുപ്പിക്കും. എന്താ പോലെ? അത് മതി. വിന്ധ്യ, കൂടുതൽ സമയം ഇവിടെ നിന്നാൽ ഇവൾ ഇപ്പൊ തന്നെ നമ്മളെ ചേർപ്പിച്ചു. റായിപ്പിന്റെ നാട്ടിൽ വളർന്ന പഴയ മാമ്പഴ കൊതിച്ച് എന്റെ സ്വന്തമായി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞ എല്ലാം ഒരു സ്വപ്നം പോലെ. അമേരിക്കയിലെ ഫാസ്റ്റ് ലൈഫിൽ എനിക്ക് ആകെയുള്ള ആശ്വാസം ഈ കുട്ടിക്കുരങ്ങനെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു. ഈ ഒരു മുഹൂർത്തത്തിനായി എത്ര നാളായി ഞാൻ കൊതിക്കുന്നെന്ന് വിന്ധ്യേട്ടനറിയില്ല. എല്ലാം ഈശ്വരാനുഗ്രഹമാണ്. നീലിമ, ഞാൻ ഗുരുവായൂരപ്പന് ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. എന്താ വിന്ദിനെ കാണിക്കുന്നേ? ഏയ്, ഒന്നുമില്ല. അത് കള്ളം. എന്ത് സ്വപ്ന കണ്ടത്? അത് പിന്നെ ഞാനും. എന്തായി കാണിക്കുന്നത്? കട്ടില് മാറ്റിടുക. കട്ടില് മാറ്റിയിടുക? എന്തിന്? ടുഡേ ഈസ് 23rd. അതുകൊണ്ട് ഇന്നു മുതൽ 10 ദിവസം ഒരകൽച്ച എനിക്ക് ആവശ്യമാണ്. അകൽച്ച? യെസ്, സെപ്പറേഷൻ. മറ്റൊന്നുമല്ല, വിന്ദിനെ സ്വന്തമായി കിട്ടാൻ വേണ്ടി അമേരിക്കയിൽ വെച്ച് ഞാനെടുത്ത നേർച്ചയാ. വിന്ദൻ മറ്റാരെങ്കിലും സ്നേഹിച്ചിരിക്കുമോ എന്നായിരുന്നു എന്റെ പേടി. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ നേർന്ന വഴിപാടാ. താലി കെട്ടിയ ദിവസം മുതൽ 10 ദിവസത്തേക്കൊരു വ്രതം. നിരാശയായല്ലേ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? ദേഷ്യോ? 10 ദിവസമല്ല, 10 മാസം ഇങ്ങനെ കഴിയണമെന്ന് പറഞ്ഞാലും ഞാൻ സഹിക്കും. നീലിമയെ സ്വന്തമാക്കണമെന്ന് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഈ വഴിപാട് അല്പം കടുത്തുപോയി. പാടില്ല വ്രതം. നീലിമ, കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറൊരുത്തനെ കൊണ്ട് കെട്ടിച്ച് മണിയറയിലേക്ക് അയക്കേണ്ട ഗതികേട് ഈ ലോകത്ത് ഒരു പുരുഷനും ഉണ്ടാവില്ല. ഇല്ല, എല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് മറന്നു കളയരുത്. ജോത്സ്യർ പ്രവചിച്ച 10 ദിവസം, അതിനപ്പുറം ഒരു ദിവസം പോലും പോകരുത്. ഏറ്റവും അടുത്ത ദിവസം തന്നെ അവന് സംഭവിച്ചിരിക്കണം, അവന്റെ അന്ത്യം. ഓക്കേ, ഷുവർ. എപ്പോ പാർട്ടി വെച്ചാലും ഞങ്ങൾ വരാം. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്റെ കൂടെ സ്റ്റേജിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാ, ഓൺ മിസ്റ്റർ ശിവപാൽ. പുള്ളിക്കാരന് വിവാഹത്തിനെത്താൻ കഴിഞ്ഞില്ല, അതിന് എക്സ്ക്യൂസ് പറയാൻ വിളിച്ചതാ.
പിന്നെ ശിവപാൽ നമുക്കൊരു പാട്ട് തരുന്നുണ്ട്. പാട്ടിക്ക് നമുക്ക് അടിച്ചു പൊളിച്ച് പോണം. ഉം. വിന്ദിനുള്ള ഡ്രസ്സൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ് നൈറ്റ്. എന്താ? ഏയ് ഒന്നുമില്ല. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീടിനകത്തേക്ക് ഇരിക്കാനാണോ പരിപാടി? ഈ സമയത്താ മണവാളനെ മണവാട്ടി കൂടെ കറങ്ങാൻ ഇറങ്ങേണ്ടത്. നീലിമയും കുട്ടി വീട് വരെ ഒന്ന് പോണം. പറ്റിയ അത് കഴിഞ്ഞ് ഒരു സിനിമ കാണണം. അയ്യേ, നീ എന്തൊരു വർത്തമാനം വിന്ധ്യ ഈ പറയുന്നേ? വീട്ടിലൊക്കെ പോയിട്ട് എന്ത് കാണാനാ? അവിടെയൊക്കെ വെള്ളം. ഏ? എന്താ? അല്ല, അവിടെയൊക്കെ എന്ത് കാണാനാ? മക്കളൊരു കാര്യം ചെയ്, നമ്മുടെ വണ്ടി എടുത്ത് വല്ലപ്പുഴ കാണാനോ കടല് കാണാനോ ഒക്കെ ഒന്ന് പോ. അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ അമ്മായി. കൊള്ളാം കൊള്ളാം. എന്തൊരു ഭർത്താവാടാ നീ. നീ കണ്ടിട്ടുണ്ടോ വെച്ച് നിന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? മമ്മി പറഞ്ഞത് ശരിയാ, ഞാനിതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് എവിടെങ്കിലുമൊക്കെ പോവാം. കുഞ്ഞു പറഞ്ഞു വളരെ കറക്റ്റാ. ഞാനിതൊന്നും കണ്ടിട്ടില്ല. നമുക്ക് ഫാമിലിയായിട്ട് ട്രിപ്പ് പോവാം. ഓ, അവന്റെ ഒരു ട്രിപ്പ്. കല്യാണം കഴിച്ചൊരു തനിച്ചാ പോകുന്നത്. അപ്പൊ വണ്ടിയോ? ഒന്ന് പോടാ, വണ്ടിയൊക്കെ എന്റെ മോൾ ഓടിച്ചോളൂ. ആ, മക്കളും ചെല്ലേ. ആ. മോളെ ഞാൻ ഒന്ന് പോടാ അവിടുന്ന്. മമ്മി, ഡാഡി. ഡാഡി ജോഗിങ്ങിന് പോയിരിക്കുക. അതൊന്നും നിങ്ങൾ കാത്തു നിൽക്കണ്ട, മമ്മി പറഞ്ഞോളാം. നിങ്ങൾ പോയിട്ട് വാ. മോളെ, ജോത്സ്യം പറഞ്ഞ എന്താണെന്ന് അറിയാലോ? ജലസമാധി. നിർത്തോ. ആശേ പിന്നെ വന്ന് വാങ്ങിച്ചു. മക്കളെ, മോളെ നീലിമേ, മോനെ വിന്ധ്യ, ഇതൊക്കെ എവിടെ പോയി കിടക്കുക? മോളെ, എന്താ? ആരെയാ വിളിച്ചു പോകുന്നേ? എന്റെ മക്കളെവിടെ? നീലിമേ വിന്ധ്യ എവിടെയാ ചോദിച്ചേ? ഓ, അവരെ ഞാൻ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി വിട്ടിരിക്കുക. എന്റെ ദൈവമേ, ജലസമാധി. എടിയ മൂദേവി. അയ്യോ അയ്യോ, നീ നിന്റെ നാത്തൂനെ സ്വപ്നം കണ്ടല്ലേ? അതുകൊണ്ടാണല്ലേ നീ നിന്റെ മോളെ എന്റെ ഭാവാനന്ദവന് കെട്ടിച്ചു കൊടുത്തത്. ഓ എന്റെ ഭഗവാനെ, അന്ന് രാത്രി നീ ഞെട്ടി എണീറ്റ് കരഞ്ഞു പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു നിന്റെ മനസ്സ് നന്നായെന്ന്. എടി, ഇപ്പൊ ജോത്സ്യം പറഞ്ഞപ്പോഴാ എന്റെ അനന്തരവനെ കൊലയ്ക്ക് കൊടുക്കാൻ നീ മനഃപൂർവ്വം കെടിയൊപ്പിച്ചതാണെന്ന് മനസ്സിലായടി. എല്ലാം മനസ്സിലായടി. എടി ദുഷ്ടേ, നീ ചാകാൻ കിടക്കുമ്പോ നിനക്ക് വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ലടി, പരമദ്രോഹി. ആ ഭാസ്കരൻ നായർ എന്നോട് വഴി വെച്ച് അനന്തരവനെ കൊലയ്ക്ക് കൊടുക്കാൻ താനും കൂട്ടുവന്നോടോ എന്ന് ചോദിച്ചപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. എല്ലാവരുടെ മുന്നിലും ഞാനാ കുറ്റക്കാരനാകാൻ പോകുന്നത്. ഓ എന്റെ ഭഗവാനെ, അളിയനങ്ങാനത് അറിഞ്ഞ ഇവിടെയുള്ള സകല ഇനത്തിന് തലയെടുക്കും. എന്തായാലും ഞാൻ തുറന്നു പറയാൻ പോവാ, നീ അവരെ ചതിച്ചതെന്ന്. എന്തിനാ അതിനോട് മാത്രമാക്കുന്നേ? ഒരു മൈക്ക് വെച്ച് നാട്ടുകാരെ മൊത്തം ഒന്ന് അറിയിക്ക്. ചോദിക്കുന്നവരോടൊക്കെ ഞാൻ സമാധാനം പറഞ്ഞോളാം. അത് കഴുത്തി മാലയിട്ടാലും 10 ദിവസം കൊണ്ട് വിധവയായിട്ട് വന്ന ഒരു മകളുടെ ഭാവിയാണോ വലുത്, അതോ മരുമോന്റെ ജീവനാണോ വലുത്? അതെ, അതെനിക്കറിയാം. നിങ്ങൾക്ക് വല്ലതും നിങ്ങളുടെ മരുമോനാണെന്ന്. സ്വന്തം മകൾ ജീവിച്ചാൽ എന്താ, വിധവയാലെന്താ? 10 ദിവസം മറ്റൊരാളുടെ ഭാര്യയായി ജീവിച്ചാലും വീണ്ടും വിവാഹം കഴിക്കാൻ സമ്മതിച്ച ആ ശിവപാലുള്ള സ്നേഹം പോലും നിങ്ങൾക്ക് സ്വന്തമോട് ഇല്ലല്ലോ മനുഷ്യ. നിങ്ങളുടെ അച്ഛനാണോ? അച്ഛനെന്നും പറഞ്ഞ് നടക്കുന്നു. എന്റെ ഭഗവാനെ, എന്റെ കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുതേ.